മിക്ക രക്ഷിതാക്കൾക്കുള്ളൊരു സംശയമാണ് തൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയിലെ നാഴികക്കല്ലുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ നമുക്ക് 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. 2-3 മാസമുള്ള കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞിനെ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? അമ്മയുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കും. മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കാൻ തുടങ്ങും, കണ്ണുകളിലേക്ക് നോക്കും. പിന്നെന്താണ്, കമന്ന് കിടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും, തല ഉയർത്തിപ്പിടിക്കും. ഇനി 4-6 മാസമാകുമ്പോഴേക്കും കുഞ്ഞിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മുന്നിലുള്ള വസ്തുവിലേക്ക് കൈ നീട്ടുകയും പിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. മാത്രമല്ല ഉച്ചത്തിൽ കരയുകയോ ചിരിക്കുകയോ ചെയ്യും. മറ്റൊന്ന്, നേരെ എടുത്തു നിർത്തുമ്പോൾ കുഞ്ഞ് തല നിവർത്തി പിടിക്കും. മറ്റുള്ളവരുടെ സഹായത്തോടെ കുഞ്ഞിന് ഇരിക്കാനും കഴിയും. ശബ്ദം പുറപ്പെടുന്ന ദിശയിലേക്ക് തല തിരിക്കും. കരയുന്നത് കൂടാതെ ആ, ഈ, ഊ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ നോക്കും. കണ്ണാടിയിൽ സ്വന്തം ഛായാചിത്രങ്ങൾ കാണുമ്പോഴേ എന്ത് ചെയ്യും, അതിനൊരു റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. റെസ്പോണ്ട് അല്ല, അതിന് ഇഷ്ടപ്പെടും. അതൊക്കെയാണ് ഒരു 4-6 മാസമുള്ള കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി 7-9 മാസങ്ങളിൽ എത്തുമ്പോഴേക്കും കളിപ്പാട്ടം എല്ലാ വിരൽ കൊണ്ടും പിടിക്കാൻ പറ്റും. പരിചിതമായ മുഖങ്ങളെയും കളിപ്പാട്ടങ്ങളെയും കാണാൻ പറ്റുന്ന വിധം തലതിരിക്കും. മറ്റൊന്ന്, മുന്നിൽ മറച്ചു വച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ കണ്ടുപിടിക്കാനായി ശ്രമിക്കും. പേര് വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, പ്രതികരിക്കും. 2 വശങ്ങളിലേക്കും എന്ത് ചെയ്യും, ഉരുളാൻ തുടങ്ങും. അതൊക്കെയാണ് 7-9 മാസങ്ങളുള്ള കുട്ടി ചെയ്യുന്നത്. ഇനി 10-12 മാസങ്ങളിലേക്ക് എത്തുമ്പോഴേക്ക് എന്താ, കുട്ടിയുടെ വളർച്ച എങ്ങനെയായിരിക്കും? സഹായമില്ലാതെ സ്വയം ഇരിക്കുകയും വീഴാതെ കളിപ്പാട്ടങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. എടുക്കാനായി കുഞ്ഞ് മറ്റുള്ളവർക്ക് നേരെ കൈകൾ ഉയർത്തും. മറ്റു വസ്തുക്കളിലേക്ക് ഒന്നും ശ്രദ്ധ വ്യതിചലിക്കാതെ താല്പര്യമുള്ള കളിപ്പാട്ടങ്ങളിലേക്ക് കുട്ടി ഇഴഞ്ഞെത്തും. മാതൃഭാഷയിലെ 1-2 പൊതുവായ പദങ്ങൾ കുട്ടി ഉപയോഗിക്കും. വേണ്ട, ഇവിടെ വരൂ തുടങ്ങിയ ലഘുവായ നിർദ്ദേശങ്ങളോട് എന്ത് ചെയ്യും, കുട്ടി പ്രതികരിക്കും. ഇത്രയാണ് ഒരു വയസ്സ് വരെയുള്ള കുട്ടി സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം, ഇതിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു കുട്ടിയെ പോലെയല്ല മറ്റൊരു കുട്ടി. ചിലപ്പോൾ എൻ്റെ കുട്ടിയെ പോലെയല്ല മറ്റൊരു കുട്ടി ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യാം, അത് അങ്ങോട്ടായതുകൊണ്ടോ ഇങ്ങോട്ടായതുകൊണ്ടോ നിങ്ങൾ ടെൻഷനോ ഒന്നും പാനിക് ആവേണ്ട ആവശ്യമില്ല. ഒന്ന് വെയിറ്റ് ചെയ്യും, ആ കുട്ടി എല്ലാം ചെയ്തുകൊള്ളൂ.